ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട ഇതൊരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രീൻ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത് യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്നത് അരി കൊണ്ടാണല്ലേ. ഇത് അവലും റവയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തിയാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ആ അവൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര് ഒഴിച്ച് റവയും നന്നായിട്ടൊന്ന് റവയിൽ മിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ കുതിരാനായിട്ട് അതിനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, മല്ലിയില നന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് തേങ്ങ ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഇതെല്ലാം കൂടി ചേർത്ത് ആ മിക്സിലേക്കിട്ട് കുറച്ച് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ നോർമൽ അരിപ്പൊടി, ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇതിൽ വറുത്തിടാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂനട്ട്, കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ കടുക് വറുത്ത് ഇതിനകത്തോട്ട് കൊട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്പാറ്റില കൊണ്ട് മിക്സ് ചെയ്യാം, അല്ല കൈ കൊണ്ട് മിക്സ് ചെയ്യുക. കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കുറച്ചുകൂടി നല്ലത്. ഈ തരം സ്പാറ്റില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് എണ്ണ തടവി അതിനെ കൊഴുക്കട്ടയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് പിടിക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി വളരെ രുചിയായിരിക്കും. എല്ലാവർക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂനട്ടൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആവി വെച്ചിട്ടാണല്ലോ വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റീമറിൽ വാഴയില അതിനകത്തോട്ട് വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കുറച്ച് നേരം അതിനൊന്ന് ചൂടാക്കിയപ്പോൾ വാഴയിലൊന്ന് വാടിക്കിട്ടും. അതിനകത്തോട്ട് കൊഴുക്കട്ട വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് മതിയാവും സ്റ്റീം ചെയ്യാൻ. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാം. നോക്കൂ എത്ര ടേസ്റ്റി ആയിരിക്കും എന്നറിയാവോ. അതിനൊരു ചട്നിയും കൂടി ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ.